ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. സോ ഇന്ന് നമ്മളൊരു ബാർബിക്യൂ സെഷനാണ് ഇവിടെ നടത്താൻ പോകുന്നത്. സത്യത്തിൽ ഈ സാധനം എന്നാണെന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ചേട്ടനൊപ്പം കൂടി അങ്ങനെയാണ് ഫസ്റ്റ് ടൈം അവൻ്റെ ബാർബിക്യൂ ഒക്കെ ഞാൻ ചെയ്തത്. അപ്പം നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മളാണെങ്കിൽ ബീഫ് ഒരു ബാർബിക്യൂ സ്റ്റിക്കിലാക്കിയത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കൻ എന്ന് വെച്ചാൽ മിക്സ് ചെയ്തിരിക്കുന്ന ചിക്കൻ, ഇങ്ങനെ പൊടിച്ച് മിക്സ് ചെയ്തിരിക്കുന്ന ആ ചിക്കൻ. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കുറേ ഉണ്ട്. അത് ആ റെഡ് കളർ ഇരിക്കുന്ന കിംജിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഗാർലിക് ഉണ്ട്, പിന്നെ ആണെങ്കിൽ നല്ല റെഡ് ചില്ലി ഉണ്ട്, പലതരത്തിലുള്ള സോസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് മുക്കി തിന്നാം. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ പുറത്ത് ചേട്ടനാണെങ്കിൽ ഈ സംഭവമൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇതെന്നാ ഒന്നും എനിക്ക് വലിയ ധാരണയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ചിമ്മിനി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. അപ്പോൾ നമ്മൾ ഫയർ സ്റ്റാർട്ടർ വെച്ചാണ് ഇത് കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോസ് ഇവിടെ കമ്പൈൽ ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഞങ്ങൾ ഓരോന്നാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫയർ സ്റ്റാർട്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫയർ സ്റ്റിക്ക് വെച്ചാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചേട്ടനാണെങ്കിൽ ഒരു ഫയർ സ്റ്റിക്ക് ഇടുന്നു, പിന്നെ നമ്മൾ ചാർക്കോള് ചുറ്റും അറേഞ്ച് ചെയ്യുന്നു. ഇത് കുറച്ച് ടൈം പിടിക്കുന്ന പരിപാടി കേട്ടോ. ഇത് ശരിക്കും നല്ല കാറ്റൊക്കെ ഉള്ള ടൈമിലാണ് ഇത് ചെയ്യുന്നത്, നല്ലതായിരിക്കും. അപ്പുറത്തിരിക്കുന്ന വീട്ടുകാരൊക്കെ ഇങ്ങനെ സ്മെല്ല് കൊണ്ട് വീടിന് പുറത്തിറങ്ങി വരും, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം അവിടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ സ്മെല്ല് കിട്ടുന്ന പോലെ ഞങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ അപ്പുറത്തെ വീട്ടുകാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ചേട്ടൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഇത് പ്രോപ്പർലി അറേഞ്ച് ചെയ്യണം. ആ താഴെ കാണുന്ന ഹോൾസ് എന്ന് പറയുന്നത് ശരിക്കും എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മൾ എയറും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാർക്കോൾ നന്നായിട്ട് കത്തിപ്പിടിക്കുകയുള്ളൂ. അങ്ങനെ കത്തിപ്പിടിച്ചാൽ നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും ഇതുമൊക്കെ കിട്ടുള്ളൂ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പുറത്തുണ്ട്. കത്തി തുടങ്ങി. അപ്പോൾ കത്തി തുടങ്ങിയ ചേട്ടൻ ഒരു സാധനം വെച്ച് വീശി കൊടുക്കുന്നുണ്ട്, ഒന്നും കൂടെ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഒരിക്കൽ വീശാൻ നോക്കി, പക്ഷെ അവൻ്റെ അത്ര ഒരു സ്ട്രോങ് എഫക്റ്റ് എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അവൻ തന്നെ വാങ്ങിച്ച് വീശുക. ഞാൻ അവൻ എന്നൊക്കെ വിളിക്കുന്നത്, ഞാൻ യൂഷ്വലി ചേട്ടാ വിളി കുറവാണ്, എടാ അവൻ എന്നൊക്കെയാണ് ഞാൻ വിളിക്കുന്നത്. ക്ഷമിക്കണം ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ നോർമൽ ടോൺ അതാ. അപ്പോൾ വീശുന്നുണ്ട്. ചേട്ടന്മാരുള്ള എല്ലാ അനിയത്തിമാർക്കും ഇത് കണ്ടാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ കത്തിപ്പിടിക്കുന്നുണ്ട്. ഇത് കുറച്ച് ലാഗ് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനിപ്പോൾ ഈ ഒരു ചിമ്മിനിയിൽ നിന്ന് നമ്മൾ ചാർക്കോള് നമ്മുടെ ഗ്രില്ല് ചെയ്യുന്ന ആ വെസലിലേക്ക് ഇപ്പോൾ നമ്മൾ മാറ്റും. അത് റെഡി ആയോ എന്ന് അവൻ ചെക്ക് ചെയ്യുവാണ്. റെഡിയായി വരുന്നു. ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹോം സിക്കൊക്കെ പോലെ ആയിരുന്നു. അപ്പോൾ ഇവനുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും നിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ ഹോം സിക്നെസ് ഒക്കെ ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കും വരുമായിരിക്കും അല്ലേ. അപ്പോൾ അവനുള്ളപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ അവനെ പുറത്ത് കറങ്ങാൻ കൊണ്ടുപോകും. അങ്ങനെ മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് വിടുമായിരുന്നു. എനിക്ക് തുടക്കത്തിലെ ടൈമിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പേരൻസിന് വിട്ട് അവർ നിൽക്കാമെന്ന് പറയുന്ന ഒരു ടൈം വല്ലാത്തൊരു ടൈമാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇത് ഞാൻ വേറൊരു ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ കമ്പൈലാണ്. അന്ന് ഞങ്ങൾ പോർക്കായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. ഇപ്പം ഇത് ഈ വെസലിലേക്ക് മാറ്റുന്ന കാണാം. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു വെസൽ ആമസോണിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക്. ഞങ്ങളിവിടെ അടുത്തൊരു സ്റ്റോറിൽ നിന്ന് അത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു വലിയ വെസലിലേക്ക്, ഗ്രില്ല് ചെയ്യാനുള്ള വെസലിലേക്ക് അത് ചേഞ്ച് ചെയ്തു. ഇനി അതിൻ്റെ മണ്ടയിലേക്ക് നമ്മളാണെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന ആ സംഭവം ഇടും. ഇതാണ് സംഭവം. ഇത് ഇട്ടു. ഇനി ഇതിൻ്റെ മണ്ടയിലേക്കാണ് നമ്മൾ ബീഫൊക്കെ വെക്കുന്നത്. കണ്ടോ, ഇറച്ചി ഇപ്പം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഇത് വേറൊരു സെപ്പറേറ്റ് ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ അടയ്ക്കാനും തുറക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അപ്പുറവും ഇപ്പുറവും മറിച്ചിടാൻ എളുപ്പമുണ്ട്. ഇതല്ലാതെ നിങ്ങൾ ആ താഴെ കാണുന്ന ആ ഗ്രില്ലിൽ വെച്ചാലും മതി. ഓക്കെ, ഇപ്പം നമ്മൾ സോസ് പുരട്ടി കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സോസ്. നല്ല ചില്ലി. അതിൽ 4 ബീഫും 1 റൗണ്ടിലിരിക്കുന്നത് നമ്മുടെ മിൻസ്ഡ് ചിക്കനുമാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് വലിയ ബീഫായിട്ട് വാങ്ങിച്ചിട്ട് പീസ് ബൈ പീസ് ആക്കി കട്ട് ചെയ്ത് സ്റ്റിക്ക് സെപ്പറേറ്റ് വാങ്ങും കിട്ടും. അപ്പോൾ സ്റ്റിക്കിൽ നമുക്ക് തന്നെ കുത്തി ബാർബിക്യൂ പോലെ ആക്കാം, സ്ക്യൂവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടോ?
ഇത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു പാർട്ടാണ്, വേറൊരു ദിവസം ചെയ്തതാണ്. അപ്പോൾ അന്ന് കണ്ട ചെമ്മീനും പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒക്ര എന്ന് പറഞ്ഞാൽ എന്താ വെണ്ടയ്ക്ക അതൊക്കെ. ഇത് വേറെ ഒരു ദിവസം ഞങ്ങൾ ചെയ്ത മജ്ജയാണ്. അപ്പോൾ ഇതിൻ്റെ ബോൺമാരാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വരും വെന്ത് കഴിയുമ്പോൾ. എന്നാൽ തീ ഫാറ്റ് ഉള്ളത് കണ്ടോ, അത് ഇതുണ്ടാ നന്നായിട്ട് കത്തി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ പാനി ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഒരു സാൽമൺ ആണ്. ഇത് പല ദിവസം ചെയ്തത് ഞാൻ എടുത്ത് പാർട്ട് ബൈ പാർട്ടാക്കി ഇങ്ങോട്ട് ഇട്ടേക്കുന്നത്. ഇത് പല ദിവസം, ഒറ്റ ദിവസമല്ല കേട്ടോ, പല ദിവസങ്ങൾ ഞാൻ ചെയ്തതിൻ്റെ എൻ്റെ വീഡിയോ ഒരു കമ്പൈലേഷനാണ് ഇതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്കും ഇത് വെച്ച് ഒരു ബാർബിക്യൂ സെഷൻ തുടങ്ങുക. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആമസോണിൽ ഇത് വാങ്ങാൻ കിട്ടും. നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി ആമസോണിൽ പോയി. അപ്പം ഇത് വാങ്ങിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അമേസിംഗ് ആയിട്ടുള്ള ഇതുപോലത്തെ എൻ്റർടൈനിങ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ബൈ.